അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൊരു സംഭവമുണ്ടായി. അതും കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത ഒരു സംഭവം. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായതിനു ശേഷവും അഭിമാനത്തോടു കൂടി പറയുമായിരുന്നു. അതാണ് ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന സംഭവം. ഹിൽഫ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലഫ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക, ശപഥം ചെയ്യുക. ഫുദൂൽ ശബ്ദം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യത്തിനു വേണ്ടി അന്നത്തെ ജാഹിലിയ കാല അറബികൾ ഒരുമിച്ച് കൂടി ശപഥം ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്തും പറഞ്ഞത്, ഇന്നും ഞാനൊരു റസൂലായിരിക്കുമ്പോൾ പോലും മക്കയിലെ മുശ്രിക്കുകൾ അത്തരം ഒരു നല്ല കാര്യത്തിനു വേണ്ടി എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും പോകും. അപ്പോൾ അത്രത്തോളം നല്ല ഒരു കാര്യമായിരുന്നു എന്ന്. ഒരു ദുൽഖഅദ് മാസത്തിൽ ഒരു യമനിൽ നിന്നുള്ള സുബൈദ് ഗോത്രക്കാരനായ ഒരു മനുഷ്യൻ, ഒരു സുബൈദ് ഗോത്രക്കാരൻ, അയാൾ വന്നു, മക്കയിൽ വന്നു, കുറച്ച് കച്ചവടം നടത്തി. അയാൾ കച്ചവടം നടത്തിയത് ആസുബിന് വായിൽ എന്ന് പറയുന്ന ഖുറൈശികളിൽപ്പെട്ട ഒരു മനുഷ്യനുമായിട്ടാണ്. ആസുബിന് വായിൽ അയാൾ സാധനങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ ഈ ആസുബിന് വായിൽ അതിൻ്റെ വില തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അയാളിങ്ങനെ നീട്ടി താമസിപ്പിച്ചുകൊണ്ട് പോവാം. അയാളുടെ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. അയാളുടെ സാധനം ആസുബിന് വായിലിന് വിറ്റു, അതിൻ്റെ കാശ് തിരിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ ഇയാൾ പരിഭ്രാന്തനായി, ഇയാൾ വിഷമത്തിലായി. ഒരിക്കൽ ഈ ആസുബിന് വായിലിൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്കുകയും അങ്ങനെ അയാൾ അവിടെ നിന്നും അയാളെ ആട്ടി ഓടിച്ച് ഞാൻ തരികയില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് അയാൾ ജബലു അബി ഖുബൈസ് എന്ന് പറഞ്ഞാൽ കാബയുടെ ഇരുവശത്തുമുള്ള മലകളിൽ ഒരു വശത്തുള്ളതാണ് ജബലു അബി ഖുബൈസ്. അതിലാണ് സ്വഫാ കുന്നുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് മറുവ ഉള്ളത് ജബലു ഖുഐഖിആൻ എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലുമാണ്. മക്കയിലെ പ്രധാനപ്പെട്ട 2 മലകളാണ് കാബയുടെ ഇരുവശത്തുമുള്ള, കാബയുടെ വശത്തുകളിലുള്ള ജബലു അബി ഖുബൈസിൻ്റെ മുകളിൽ കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അന്ന് കാബ ഉൾക്കൊള്ളുന്ന പ്രധാന നഗരം മൊത്തം കേൾക്കും. അവിടെ നിന്ന് വിളിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് പരസ്യ പ്രബോധനത്തിന് ഇറങ്ങുമ്പോൾ കുടുംബക്കാരെയൊക്കെ വിളിക്കുന്നത് ജബലു അബി ഖുബൈസിൻ്റെ മുകളിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ കയറി നിന്ന് അയാൾ ഖുറൈശികളോട് ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വളരെ രാവിലെ തന്നെ ഖുറൈശികളൊക്കെ ഒരു കാബയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അയാൾ ഇതുപോലെ വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെ എൻ്റെ സ്വത്ത് അപഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അഥവാ പിതാവ് അബ്ദുള്ളയുടെ സഹോദരനായ സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം ഇതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി. അതുപോലെ തന്നെ ബനു ഹാഷിം കുടുംബവും ബനു സുഹറ കുടുംബവും ഒരുമിച്ച് കൂടി. ഈ 2 കുടുംബങ്ങൾ ഖുറൈശികളിലെ തന്നെ. അതുപോലെ തന്നെ ബനു തൈമ ബിൻ മുറ എന്ന ഈ 3 കുടുംബങ്ങളും ഒരുമിച്ച് കൂടി. അബ്ദുല്ലാഹിബിൻ ജദാൻ എന്ന് പറയുന്ന ഒരു മക്കയിലെ പ്രമാണിയായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി അവർ ശപഥം ചെയ്തു, മക്കയിൽ വെച്ച് ഒരാളും ഇനി ആക്രമിക്കപ്പെടാൻ പാടില്ല. ഇത് ഏത് വിഷയത്തിലായാലും മക്കയിൽ വെച്ച് നമ്മളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ഹറമിൽ വെച്ച് ഒരു മനുഷ്യനും അക്രമം നേരിടാൻ പാടില്ല. അങ്ങനെ നേരിട്ട് കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും ഈ ശപഥം ചെയ്ത് ഈ സത്യം ചെയ്ത ആളുകൾ അതിനെ തടുക്കും. അങ്ങനെ ഒരു നല്ല വിഷയത്തിൽ അവരെല്ലാവരും കൂടി സത്യം ചെയ്തു എന്നതാണ് ഹിൽഫുൽ ഫുദൂൽ. അങ്ങനെ അവർ ഈ ആസുബിന് വായിലിൻ്റെ അടുത്ത് നിന്ന് അവരെല്ലാവരും ചെന്ന് ഈ മനുഷ്യൻ്റെ അവകാശം തിരിച്ചു വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിൽഫിൽ, ഈ ശപഥം ചെയ്ത ഈ മീറ്റിങ്ങിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഷഹിദ്തു ഹൽഫൽ മുത്തയ്യബീൻ, ഞാൻ ഹിൽഫുൽ ഫുദൂലിൽ നല്ല ആളുകളോടൊപ്പമുള്ള ഹിൽഫിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വ അന ഗുലാമുൻ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, മാ ഉമൂമത്തി, എൻ്റെ പിതൃന്മാരോടൊപ്പം. ഫമാ ഉഹിബ്ബു അന്ന ലി ഹുംറൻ നഅം വ അന്നി അൻകുസുഹു, എനിക്ക് ചുവന്ന ഒട്ടകങ്ങൾ തന്നിട്ട് അതിനെ ലംഘിക്കാൻ പറഞ്ഞാലും അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എത്ര സമ്പത്ത് തന്നാലും ഞാൻ അത് ലംഘിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇത് അറബികൾക്കിടയിൽ തന്നെ വളരെ അവരഭിമാനത്തോട് കണ്ടിരുന്ന ഒരു ശബ്ദമായി മാറി. നല്ല ഒരു കാര്യത്തിൻ്റെ മേൽ, ഒരു അക്രമത്തിനെതിരെ ഖുറൈശികളിലെ പ്രമുഖരായ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു ശബ്ദമായി മാറി.